ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കിടിലൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുവാൻ കഴിയുന്ന ഒരു അച്ചാറാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മാങ്ങ ചെറുതായി മുറിച്ചത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം വലിയ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. ഇത് നന്നായി ഉപ്പ് പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായ ഉലുവ, കടുക് എന്നിവ പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ 2 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ കടുകും ഇട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കുക. ചെറു തീയിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉലുവയും കടുകും പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ഏകദേശം ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇത് ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. അച്ചാർ തയ്യാറാക്കുവാനായി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ നല്ലെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്താണ് ഒഴിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ മുഴുവനായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊക്കെ മാക്സിമം ചെറു തീയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മാങ്ങയിൽ നേരത്തെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉലുവ, കടുക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉപ്പ് പുരട്ടി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാങ്ങയും മസാലയും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക. ഇതൊന്ന് തണുത്തതിന് ശേഷം കുപ്പികളിലാക്കി സൂക്ഷിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.